ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് താമസിച്ചാണ് എടുക്കാനായിട്ട് തുടങ്ങിയത്. 10:30 ആയിട്ടുണ്ട്. അപ്പോൾ കാശിക്കുട്ടനെ അംഗൻവാടിയിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഒഴിവാക്കിയതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി മോർണിംഗ് വ്ളോഗും പിന്നെ വൈകിട്ടത്തെ ഈവനിങ് വ്ളോഗ് പിന്നെ പറ്റുമെങ്കിൽ ഫുൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ കഴിഞ്ഞ വീഡിയോസിലെ കണക്ക് റിപ്പീറ്റേഷൻ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ലേറ്റായിട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത് ആ കാണുന്നതാണ് കേട്ടോ വീട്. പിന്നെ ഇത് ഇവിടെ ആയിട്ട് കാണുന്നത് അംഗൻവാടി. അപ്പോൾ എത്ര ദൂരെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് അംഗൻവാടിയുടെ വഴി എന്ന് പറയുന്നത് ഈ ഒരു അയ്യത്തിൻ്റെ സൈഡിൽ കൂടാണ്. അപ്പോൾ അങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു ഇത്തിരി ദൂരം പോലെ ഉണ്ട്, എന്നാലും പറയത്തക്ക ദൂരമൊന്നുമില്ല. അപ്പോൾ കാശിക്കുട്ടനെ അംഗൻവാടിയിൽ കൊണ്ടാക്കിയേച്ച് ഞാൻ ദേ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 9:30 ആയപ്പോഴത്തേക്ക് പപ്പയും അമ്മയും കൂടെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശിക്കുട്ടനെയും കൂടെ അംഗൻവാടിയിൽ കൊണ്ടാക്കിയപ്പോഴത്തേക്ക് പിന്നെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഗേറ്റൊക്കെ അങ്ങ് അടച്ചു. കാരണം വല്ല കച്ചവടക്കാരോ അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ പുറത്ത് നിന്നോളുമല്ലോ. അപ്പോൾ ഓടിക്കയറി അകത്തോട്ട് വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ ടെറസിലൊക്കെ തുണിയൊക്കെ കഴുകിയത് ഉണങ്ങിക്കിടപ്പുണ്ട്. ഇനി അതൊക്കെ പോയി പറക്കണം. കുറച്ചധികം ജോലികളുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞ് പറക്കാം. കാശിക്കുട്ടനെ ആക്കിയൊരു 2-3 മിനിറ്റിനകം ഞാൻ തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ലോക്ക് ചെയ്യാതാണ് പോയത്. ഗേറ്റൊക്കെ അടച്ചു. പിന്നെ ഈ ഗ്രില്ലിൻ്റെ പിന്നെ ഈ കതകൊക്കെ അടച്ചിട്ടുണ്ട്. എന്നാലും കാര്യമായിട്ട് ലോക്ക് ചെയ്തിട്ടല്ല പോയത്. അപ്പോൾ ഞാൻ വേഗം തന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ഹാളിലെ കതകൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം സിറ്റൗട്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് അംഗൻവാടി കാണാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് നോക്കി നിൽക്കും. ഇപ്പോഴാണെങ്കിൽ ഫ്രണ്ടിലെ അയ്യത്ത് നല്ല രീതിയിൽ കാട് പിടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അത്ര നന്നായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല, എന്നാലും അത്യാവശ്യമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നേച്ചാണ് പിന്നെ ബാക്കി ജോലിക്കൊക്കെ പോയത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് മുറ്റം തൂക്കലാണ് ജോലി. അപ്പോൾ ആദ്യമേ ഞാൻ പിന്നെ ഗേറ്റൊക്കെ പോയി തുറന്നിട്ട് റോഡൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. മുകളിലെ വീട്ടിലോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, അവിടെ എല്ലാം തൂക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം കരിയിലേ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് വെളിയിലൊക്കെ നിൽക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഗേറ്റ് തുറന്നിട്ട് ഇങ്ങനെ റോഡിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല. അവിടെ നമുക്ക് എപ്പോഴും വണ്ടിയും ആൾക്കാരും ഒക്കെ പോകുമല്ലോ. പിന്നെ ഇങ്ങനെ ഗേറ്റ് അല്ലാതെ അടച്ചിനകത്ത് നിൽക്കുമ്പം ഗേറ്റും തുറന്ന് വല്ലവരും കയറി വരുമോയെന്ന് അങ്ങനത്തെ പേടികളേ ഉള്ളൂ. അല്ലാതെ റോഡിൽ നിൽക്കുന്നതിന് അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേപോലെ എന്തിനാണ് ഇങ്ങനെ റോഡിൽ സൈഡിലൊക്കെ തൂത്ത് വൃത്തിയാക്കി കത്തിക്കുന്നതെന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീടിനോട് ചേർന്ന റോഡല്ലേ, അപ്പോൾ അവിടെ വൃത്തിയാക്കിയിടേണ്ടത് നമ്മൾ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ എത്ര തൂത്താലും മതിയാവത്തുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലായിടും തൂത്തൊക്കെ വൃത്തിയാക്കിയിടും. പിന്നെ ഇത് ഈ ഒരു മുറ്റത്താണ് ഫസ്റ്റ് തൂത്തത്. അപ്പോൾ അവിടെ അധികം കരിയിലൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. എന്നാലും എനിക്കിങ്ങനെ തൂക്കുമ്പം എല്ലാ സൈഡും ഒരേപോലെ തൂത്ത് വൃത്തിയാക്കി. ഈ മുറ്റത്തെ കരിയിലെല്ലാം ഇവിടെ തന്നെ ഇതേപോലെ ഇങ്ങനെ കൂട്ടി വെക്കും. പിന്നെ ഓരോ മുറ്റത്തും ചെന്നിട്ട് അതേപോലെ അതാത് സ്ഥലത്തെ കരിയിലകൾ അവിടെ തന്നെ കൂട്ടി വെക്കുവാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്നാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാനിനി ഡെയിലി ഇങ്ങനത്തെ വീഡിയോസ് ഇടും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാവർക്കും കാണാൻ ഇഷ്ടം ഉണ്ടാവുമോ എന്നറിയത്തില്ല. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതേപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണാനും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ പിന്നെ ഇത് ഇവിടെ തൂക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നന്നായിട്ട് തൂത്തിട്ടേച്ച് കുറച്ച് വെള്ളം എടുത്തൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം എത്ര തൂത്താലും ആ ഒരു ചെറിയ രീതിയിലുള്ള പൊടിയൊക്കെ അവിടെ തന്നെ കാണും. അപ്പോൾ തൂക്കുമ്പോൾ ഇതേപോലെ മണ്ണൊക്കെ തൂത്ത് കളയുമെങ്കിലും പൊടി അവിടെ തന്നെ കാണും. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് കഴുകാമെന്നും കൂടെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നേരെ ഫ്രണ്ടിലുള്ള മുറ്റമാണ്. അങ്ങോട്ട് നമ്മളങ്ങനെ അധികം ഇറങ്ങാറില്ല, ചെടികളും കാര്യങ്ങളുമാണ്. പിന്നെ ഗേറ്റ് അപ്പുറത്തെ സൈഡിലെ മുറ്റത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലും ആ മുറ്റത്തോട്ടാണ് പോവുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ചെടികളിൽ നിന്ന് വീണ് കിടക്കുന്ന പഴുത്തിലയും പച്ചിലയും പിന്നെ ഉണങ്ങിയ ഇല അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇലകൾ കാണും. അപ്പോൾ അതൊക്കെ അവിടെ കൂട്ടി അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേയും വാരിക്കൊണ്ടൊന്നും പോകുന്നില്ല. എല്ലാ സൈഡിലെയും മുറ്റം തൂത്ത് കൂട്ടിയതിന് ശേഷം ഒരുമിച്ച് അങ്ങ് വാരിക്കൊണ്ട് പോകത്തതേ ഉള്ളൂ. അപ്പോൾ അവിടെയും തൂത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വർക്ക് ഏരിയ, അടുക്കളയുടെയും വർക്ക് ഏരിയയുടെയൊക്കെ ഈ ഒരു മുറ്റം ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് തൂക്കുന്നത്. അവിടെ അധികം കരിയിലൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതും വേഗം അങ്ങ് തൂത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കിണറിൻ്റെ ആ ഒരു ചുറ്റും തൂക്കുന്നുണ്ട്. സിമെൻറ്റ് ചെയ്തടമൊക്കെ തൂക്കുന്നത് കുറച്ചും കൂടെ നീളമുള്ളൊരു ചൂല് വെച്ചിട്ടാണ്. എന്നാലേ അവിടുത്തെ പൊടിയൊക്കെ നന്നായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ മുറ്റം തൂക്കാൻ വേറെ ചൂലുണ്ട്,
പിന്നെ അവിടെയൊക്കെ തൂക്കാൻ വേറെ ചൂല എടുത്തിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ അത് ഞാൻ തിരിച്ചു വെച്ചിട്ട് വീണ്ടും മുറ്റം തൂക്കുന്ന ചൂല എടുത്തിട്ട് പിന്നെ ഈ ഒരു സൈഡ് ഇത് വീടിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ട് വരും. അപ്പോൾ അവിടെ ഒരു പറങ്കാവ് നിൽപ്പുണ്ട്. ആ നിൽക്കുന്ന മരം കണ്ടില്ലേ, അത് പറങ്കാവാണ്. അപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ ഇല വീഴാറുണ്ട്. എന്നാലും നമ്മളിങ്ങനെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി ഇടുന്നത് കൊണ്ട് തന്നെ അധികം ഇലയൊന്നും ഇല്ല. എന്നാലും എനിക്കിങ്ങനെ തൂക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിലെ മുറ്റം പോലും ഒഴിവാക്കാതെ എല്ലാ സ്ഥലവും തൂക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. എനിക്കങ്ങനെ തൂക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ ജോലിയും ചെയ്യുന്നത്, അല്ലാതെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടും ഒന്നുമല്ല. ഞാൻ ഇത് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഈ ജോലികളൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ്. അതിപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം മാത്രം ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നുമല്ല. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ പ്രഹസനമാണോ എന്ന് ചിലർക്ക് തോന്നും. അങ്ങനെ പ്രഹസനമാണോ എന്ന് ചോദിച്ചാൽ പ്രഹസനമൊന്നും അല്ല, പക്ഷേ ഇതൊരു കാണിക്കലാണ്. എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ ജോലി ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. വേറൊന്നും കണ്ടല്ല. ഞാനിപ്പോൾ ഈ മതിലിനകത്ത് നിന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുവാണെങ്കിൽ പോലും, കറി വയ്ക്കുവാണെങ്കിലും അല്ലെങ്കിൽ മുറ്റം തൂക്കുവാണെങ്കിലും തുണി കഴുകുകയാണെങ്കിലും ടെറസ് തൂക്കുവാണെങ്കിലും ചോറും കറിയും വയ്ക്കുവാണെങ്കിലും ഒന്നും ഇതാരും അറിയാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ചിലരുണ്ടല്ലോ സൈഡിൽ കൂടെ പറഞ്ഞു കിടക്കും, അവർക്കൊന്നും അറിയത്തില്ല, ചോറ് വയ്ക്കാൻ അറിയത്തില്ല, കറി വയ്ക്കാൻ അറിയത്തില്ല. ഇപ്പം ഓരോന്ന് അവർക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അതൊക്കെ അങ്ങ് പറയും. അപ്പോൾ എനിക്ക് ജോലിയെല്ലാം ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെന്ന് 10 പേരൊന്ന് കാണണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ഈ ഡെയിലി ഉള്ള കാര്യങ്ങൾ തന്നെ, വീട്ടിലെ കാര്യങ്ങളും ജോലി ചെയ്യുന്നതും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങി. അതിപ്പം പ്രഹസനമാണെന്നോ കാണിക്കലാണെന്നോ അങ്ങനെ എന്താര് പറഞ്ഞാലും എനിക്കതിലൊരു വിഷയമില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും പിന്നെ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത കാര്യങ്ങളും തന്നെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ സന്തോഷമാണ് അത് ഞാൻ കാണിക്കുന്നതിൽ. ഇപ്പം മറ്റുള്ളൊരു പ്രഹസനം എന്ന് പറഞ്ഞാലും എനിക്കതിലൊരു വിഷയവും ഇല്ല. അപ്പോൾ ആ തൂണിൻ്റെ അപ്പുറത്തായിട്ട് വലിയൊരു ബക്കറ്റിൽ ഞാൻ ആദ്യമേ വെള്ളം പിടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ എല്ലാം കഴുകാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ തൂണിൻ്റെ അപ്പുറത്തായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കാണാത്തത്. അവിടെ വലിയൊരു ബക്കറ്റിലായിട്ട് വെള്ളം ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവിടെ മൊത്തത്തിൽ വെള്ളം പിടിച്ച് ഒഴിച്ചേച്ച് പിന്നെ അത് കഴിഞ്ഞ് ചൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കളയുന്നുണ്ട്. പിന്നെ ആ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലവും കൂടെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ കഴുകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കഴുകിയേച്ച് അവിടെയും കൂടെ കഴുകുന്നുണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം അമ്മയും പപ്പയൊക്കെ കല്യാണത്തിന് പോയിക്കുവാണ്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് അടുക്കളയായാലും വീടായാലും ചുറ്റുപാടുമായാലും ഒക്കെ വൃത്തിയാക്കി ഇടുമ്പം അവർക്ക് വരുന്നവർക്കും ഇപ്പോൾ യാത്രയൊക്കെ ചെയ്ത് വരുന്നവർക്കും ഇങ്ങനെ എല്ലായിടവും ഒന്ന് വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പം ഒരു പോസിറ്റീവ് എനർജി അല്ലേ. അതുമല്ല വന്ന ഉടനെ ഇത്തിരി വെള്ളം കുടിക്കണം. അപ്പോൾ അടുക്കളയിലോട്ട് കയറുമ്പം അടുക്കളയൊക്കെ ആകെ വല്ലാതെ നാശമായിട്ട് കിടന്നു കഴിയുമ്പം അതൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എല്ലായിടവും വൃത്തിയാക്കി ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഇത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ സിറ്റ് ഔട്ടിൻ്റെ ഇപ്പുറത്തായിട്ടും കുറച്ച് സിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെയും ഒരു 2-3 ബക്കറ്റ് വെള്ളമൊക്കെ, ചെറിയ ബക്കറ്റിലാണ് വെള്ളം പിടിച്ചൊഴിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അവിടെയും ഒന്ന് കഴുകി വെള്ളം അവിടെ കിടക്കുന്ന വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ ചൂല് വെച്ച് നീക്കി കളഞ്ഞു. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെ നേരെ ടെറസിലോട്ട് വന്നു. അവിടെ ഞാൻ രാവിലെ ഇങ്ങനെ കാശി അംഗൻവാടിയിലാക്കി വെച്ച് വന്നപ്പോൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ കുറേ തുണികളൊക്കെ കഴുകിയിട്ടതും. അപ്പോൾ അത് ഇപ്പുറത്തായിട്ട് കുറേ തുണികളും കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെയോ മെനിഞ്ഞാന്നോ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ 2-3 ദിവസമായി കേട്ടോ. ഞാൻ അഡീഷണലായിട്ട് വീഡിയോസ് എടുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ 2-3 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീഡിയോ വോയിസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം കഴുകിയിട്ട തുണികളായിരിക്കും. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് മെഷീനിലൊക്കെ ഒന്ന് എണ്ണയിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഇതേപോലെ ടെറസ് തൂക്കുന്ന ദിവസമാണ് മെഷീനിലും എണ്ണയിട്ട് തുടച്ച് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഞാൻ ടെറസും തൂക്കുന്നുണ്ട്. അപ്പോൾ മെഷീനൊക്കെ എണ്ണയൊക്കെ ഇട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ മുകളിലായിട്ട് ഇടുന്ന തുണിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഉണങ്ങിയ തുണികളെല്ലാം പറക്കി അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് വേണം ടെറസൊക്കെ ഒന്ന് തൂക്കാനായിട്ട്. അല്ലാതെ തൂത്ത് കഴിഞ്ഞാൽ തൂക്കുന്ന പൊടിയെല്ലാം ഈ തുണിയിലോട്ട് കയറുമല്ലോ. പിന്നെ അധികം പൊടിയൊന്നും ഇല്ല, നമ്മളെപ്പോഴും തൂത്തും വൃത്തിയാക്കിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അധികം പൊടിയൊന്നും ഇല്ല. അപ്പോൾ ടെറസ് ഞാൻ തൂത്തായിരുന്നു, പക്ഷെ അതിൻ്റെ ക്ലിപ്പിങ്ങിനൊക്കെ നല്ല രീതിയിൽ മങ്ങിയ രീതിയിലാണ് കിട്ടിയത്. കാരണം ടെറസിലൊക്കെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചെടുക്കുമ്പോൾ നല്ല മങ്ങലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ടെറസ് തൂക്കുന്നത് ആഡ് ചെയ്യാഞ്ഞത്.
അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഒക്കെ ടെറസൊക്കെ തൂക്കുന്ന വീഡിയോ കാണിക്കുന്നതാണല്ലോ, വീഡിയോ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ തുണി കഴുകാനായിട്ടുണ്ടായിരുന്നു. എൻ്റെയും കാശുമോൻ്റെയും ഒരു ദിവസത്തെ തുണിയേ ഉള്ളായിരുന്നു, അധികം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കറക്റ്റായിട്ട് തുണി കഴുകിയെല്ലാം ഇട്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ഉള്ളായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. 2-3 ദിവസത്തെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് എടുത്ത് കഴുകിയിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണിയെല്ലാം കുറച്ചൊന്ന് സർഫിലൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ തുണി കഴുകുന്നതൊന്നും അധികം വീഡിയോ ഞാൻ ഒരുപാടൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത് തന്നെ ഇപ്പോൾ അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ചെറിയ രീതിയിലൊന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ തുണിയെല്ലാം കഴുകി വെച്ച് നേരെ പിന്നെ പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടിട്ട് 3-4 വെള്ളമൊന്ന് മാറ്റി കഴുകുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ കാശിക്കുട്ടനെ അംഗൻവാടിയിലാക്കി വെച്ച് വന്നു കഴിഞ്ഞ് നേരെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ കാശിക്കുട്ടൻ അംഗൻവാടിയിൽ നിന്ന് വരുന്നത് വരെ ജോലിയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ തുണി കഴുകി ഞാൻ ടെറസിൽ കൊണ്ട് നൂത്തിട്ടായിരുന്നു കേട്ടോ. പിന്നെയും ട്രൈപോഡ് എടുത്ത് ടെറസിൽ കൊണ്ടുപോകാൻ വയ്യാഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അത് വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ അതേ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറേ കിളികളും കാക്കയും അങ്ങനെ കുറേ ഇത് വരും കേട്ടോ, ഉപ്പൻ അങ്ങനത്തെ കിളികളൊക്കെ ഒത്തിരി വരും. അപ്പോൾ അവർക്കായിട്ടൊക്കെ കുറച്ച് വെള്ളം ഒന്നെടുത്ത് മുറ്റത്ത് വെക്കുന്നുണ്ട്. കിണറിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചത്. പിന്നെ നേരെ ഞാൻ സിറ്റൗട്ടൊക്കെ തൂക്കുന്നുണ്ട്. പിന്നെ വീടിനകം തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫുൾ ക്ലീനിങ് വീഡിയോ ആണ് കൂടുതലും. ഇന്ന് കുക്കിംഗ് ഒന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടുക്കള ജോലി കൂടുതലും ചെയ്യാതെ കറികളൊന്നും വെക്കുന്ന ജോലിയിലോട്ടൊന്നും പോകാതെ. അപ്പോൾ ആ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത്രയും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് പറ്റി. പിന്നെ സിറ്റൗട്ട് തൂത്തതിന് ശേഷം പിന്നെ ഹാളിലോട്ട് വന്നു. പിന്നെ അതേപോലെ വീടിൻ്റെ അകത്തെ എല്ലാ റൂമുകളും തൂക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് രാവിലെ ഒന്ന് തൂത്തതാണ്. എന്നാലും ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ വീടിനകം ഒന്നും കൂടെ ഒന്ന് തൂക്കുന്നുണ്ട്. അപ്പോൾ അധികം പൊടിയും കാര്യങ്ങളും ഒന്നും ഇല്ല, എന്നാലും ഉള്ള പൊടിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടോ, അത്യാവശ്യം അധികം പൊടിയൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. അങ്ങനെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കാശിക്കുട്ടൻ്റെ സൈക്കിളും കാറും ഒക്കെ ഹാളിലൊക്കെ ഇരുന്നെയാണ്, അവിടെ അപ്പുറത്തെ റൂമിലായിട്ടൊക്കെ ഇരുന്നെയാണ്. അപ്പോൾ അതെല്ലാം റൂമിൽ കൊണ്ട് ഒതുക്കി വെച്ചു. പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് അടുക്കളയും തൂക്കുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് തുടക്കുകയും കൂടെ വേണം. അപ്പോൾ കാശിക്കുട്ടനെ അംഗൻവാടിയിൽ നിന്ന് 3:15 ആകുമ്പോഴത്തേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒന്ന് തുടയ്ക്കാൻ സമയം കിട്ടുവാണെങ്കിൽ തുടയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തൂത്തിട്ടേക്കാം, സമയം ഉണ്ടെങ്കിൽ തുടയ്ക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ വർക്ക് ഏരിയയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ വൃത്തിയാക്കി ഇട്ടേച്ച് പോയാണ്. അതിനുശേഷം പിന്നെ കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ നേരെ മുറ്റത്തെ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ഇറങ്ങിയതുകൊണ്ട് ഇവിടെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനായിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു, അടുക്കി പറക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ പിന്നെ ഈ ഒരു അടുക്കളയും കൂടെ ക്ലീൻ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ജോലിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കള വൃത്തിയാക്കുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് അടുക്കി പറക്കി തുടച്ച് വൃത്തിയാക്കിയൊക്കെയാണ് ഞാൻ പിന്നെ ലാസ്റ്റാണ് പാത്രം കഴുകുന്നത്. എല്ലായിടവും അടുക്കി പറക്കി വെച്ച് തുടച്ച് പിന്നെ തൂത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്രം കഴുകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പാത്രവും കൂടെ കഴുകുമ്പോഴത്തേക്കും ആ സിങ്കിൻ്റെ ഇടവും കൂടെ ഒന്ന് തുടച്ച് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യമല്ല നല്ല രീതിയിൽ അടുക്കള വൃത്തിയാവും. അപ്പോൾ ഈ പാത്രമൊക്കെ കഴുകി മാറ്റുന്നുണ്ട്. അധികം പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ഗ്ലാസും പിന്നെ അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയും കൂടെ അങ്ങ് തുടച്ചിട്ടേക്കാന്ന്. അപ്പോൾ അത്രയും അങ്ങ് ക്ലീൻ ആവുമല്ലോ, എന്തായാലും ഇത്രയും വൃത്തിയാക്കിയതാണല്ലോ. അപ്പോൾ അടുക്കളയും കൂടെ അങ്ങ് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു, തറ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയുടെ തറയും കൂടെ തുടയ്ക്കുന്ന വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കഴുകി വൃത്തിയാക്കിയ പാത്രം ഞാൻ പിന്നെ ആ ഒരു സ്റ്റാൻഡിലോട്ടൊക്കെ ഒന്ന് അടുക്കി വെച്ചു. പിന്നെ പാത്രം കഴുകിയ സിങ്കിൻ്റെ ഇടമൊക്കെ ഒന്ന് തുടച്ചിട്ടായിരുന്നു. പിന്നെ കുറച്ച് ലോഷനൊക്കെ ഒഴിച്ചിട്ടും അടുക്കളയിലെ തറയും ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അപ്പോൾ കറികളൊക്കെ ചൂടാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ പോയി കുളിച്ചായിരുന്നു. കാരണം ഒരുപാട് ജോലി ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം വിയർത്തായിരുന്നു. അപ്പോൾ പിന്നെ പോയി കുളിച്ചിട്ട് ചോറും കഴിച്ചിട്ട് പിന്നെ കാശിക്കുട്ടനെ അംഗൻവാടിയിൽ വിളിക്കാനൊക്കെ പോയി. പിന്നെ കുറച്ച് പാലൊക്കെ ചൂടാക്കി വെച്ചിട്ട് കാശിക്കുട്ടനെ അംഗൻവാടിയിൽ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലത്തെ ചാള വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി
എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ മീനായതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് അമരിക്കത്തോരനും ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. അപ്പോൾ ചൂടാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്ന് ചോറ് കഴിച്ചു. പിന്നെ കാശിക്കുട്ടനെ അംഗൻവാടിയിൽ വിളിക്കാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഡെയിലി വ്ളോഗ്സൊക്കെ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യും. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചിരുന്നാൽ മതി. ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.